അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. അധ്യാപകരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരുപാട് കാലങ്ങൾ വിദ്യാലയങ്ങളിൽ ചെലവഴിക്കാത്ത നിർഭാഗ്യകരായ ചില ആളുകൾ 2ാം ക്ലാസ് പഠിച്ചു, 4ാം ക്ലാസ് പഠിച്ചു, വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിരമിക്കേണ്ടി വന്നു എന്നൊക്കെ നിർഭാഗ്യകരമായി പോയി എൻ്റെ ശൈശവ ബാല്യകാലം എന്ന് പറയുന്നവർക്ക് പോലും ഒരു ഇഷ്ടമുള്ള, ഓർമ്മയിൽ അച്ഛനോളം അമ്മയോളം തന്നെ വലുപ്പത്തിൽ വെളിച്ചത്തിൽ നിൽക്കുന്ന ചില ആളുകളുണ്ട് അധ്യാപകരിൽ. അവർ ഊന്നിപ്പറഞ്ഞ, അവർ കാണിച്ച, അവർ ചെയ്തു തന്ന, അവർ പാടിയ, അവർ ഒരുപക്ഷെ എഴുതി വെച്ച ചിലതൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ കല്ലും മുള്ളും നിറഞ്ഞ പന്ഥാവുകളിൽ തെന്നിത്തെറിച്ച് വീണ് ജീവനറ്റു പോകാതെ ഇന്നും നിലനിൽക്കുന്നതിൻ്റെ പുറകിലെ ഇങ്ങനെയുള്ള ചില വ്യക്തിത്വങ്ങളുടെ പ്രഭ വിട്ടുപോകാത്ത, ഉദ്ദീപനങ്ങൾ നൽകുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന, ഒരു ജീവിത ലക്ഷ്യം തരുന്ന ചില സൂക്തങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ. ഞങ്ങളുടെ അധ്യാപകൻ, എൻ്റെ ഒരു അധ്യാപകൻ പറയുന്നു, കഴുത്തു പോയാലും, അത് ശിരസറ്റ് പോയാലും ഉദ്ദേശിക്കുന്നു, തല പോയാലും നുണ പറയരുത്. പക്ഷേ സത്യത്തിൻ്റെ തിരുമുഖത്ത് മറയ്ക്കുന്ന തിരശീലകൾ കൊണ്ടുവരുന്ന ആളുകളുടെ മുമ്പിൽ വേണ്ട, അത് നീ യഥാർത്ഥ വഴിയിൽ നിന്ന് വ്യതിചരി. ചില ആളുകളൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി പച്ചക്കള്ളം പറഞ്ഞ് ആരോ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ ഗ്രഹിച്ച് വിശ്വസിച്ച് നമ്മുടെ മേൽ ആരോപണങ്ങളായിട്ട് വരും. പല മേഖലയിലുള്ള ആളുകൾ ഉള്ളിനുള്ളിൽ നമ്മൾ ചിന്തിക്കും, ഈ മനുഷ്യന് സത്യം എന്താണെന്ന് തിരയാൻ, നുണയേതെന്ന് തിരിച്ചറിയാൻ ഒരു പരിശുദ്ധാത്മവരം ഇല്ലല്ലോ. അങ്ങേരെയോ അവരെയോ കൂട്ടത്തെയോ പഴിക്കാനോ ദുഷ്ടവിചാരം ചെയ്യാനോ നിൽക്കാതെ, ദൈവം വെളിപ്പെടുത്തട്ടെ, പ്രപഞ്ചത്തിൽ വായുണ്ട്, ശ്വസിക്കാൻ പറ്റാതെ മരിച്ചു പോകുന്ന എത്ര മനുഷ്യരുണ്ട്, സുഗന്ധങ്ങളുണ്ട്, വ്യത്യസ്തമായ സുഗന്ധക്കൂട്ടുകളുണ്ട്. ഇന്ന് വരെ എന്താണ് സ്മെല്ല്, ഗന്ധം എന്നറിയാത്ത മനുഷ്യരുണ്ട്. അതുപോലെ ദൈവികമായ നന്മയുടെ സൂക്തങ്ങൾ നമ്മിലേക്ക് പതിപ്പിക്കാൻ കഴിവുള്ളവരുണ്ട്, ശ്രമിക്കുന്നവരുണ്ട്, സാധിക്കാത്തവരുണ്ട്. ഒരു അധ്യാപകൻ അച്ഛനോളം, ഒരു അധ്യാപിക അമ്മയോളം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ നന്മകളെ ആർജിച്ചെടുത്ത് കടഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അമൃത് ഊട്ടിയവരാണ്. തന്നെയാണ് നമ്മുടെയും വഴി. കിട്ടിയതല്ലേ കൊടുക്കേണ്ടത്, കിട്ടിയതല്ലേ കൊടുക്കേണ്ടത്, കിട്ടിയതിൽ നിന്നല്ലേ പകരാനാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആർജിച്ചതിൽ നിന്ന് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനാകുന്ന നന്മയുടെ ഒരിക്കലും കെട്ടുപോകാത്ത വിളക്കുകളായി മാറാൻ ഇടയാകട്ടെ. എൻ്റെ മാഷ് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ പറയുന്ന, എൻ്റെ ടീച്ചറുണ്ടല്ലോ, എൻ്റെ അമ്മയെക്കാളും എനിക്കിഷ്ടമാണെന്നൊക്കെ പറയുന്ന ചില സൂക്തങ്ങളെ ഹൃദയതലത്തിൽ പതിപ്പിച്ചവരെ ഓർക്കുക, അങ്ങനെ ആകാൻ ശ്രമിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ.